അസ്സലാമു അലൈക്കും. നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ചാപ്റ്റർ നമ്പർ 12 ഫ്രീഡം എന്ന ചാപ്റ്റർ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ തിയറി ഇൻട്രൊഡക്ഷൻ പാർട്ട് 2 ആദ്യത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, അത് കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററാണ്. ഇത് ഓരോ ചാപ്റ്റർ വെച്ച് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് ടൈമേ ഉള്ളൂ നമ്മളെ +1 പോർഷൻ തീർന്ന് നിങ്ങൾക്ക് വഫീൻ്റെ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പ് പോർഷൻ തീരണം. മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ട് എന്താണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും. ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ വേഗം കാര്യങ്ങൾ മനസ്സിലാവും. കുറച്ചേ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് അധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരില്ല. വരുന്നതന്നെ വേഗം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വേഗം എടുത്തു പോകുന്നത്. പിന്നെ വേഗം എടുത്തു പോകുന്ന ഈസിയാണെന്ന് വിചാരിച്ചിട്ട് പരീക്ഷയ്ക്ക് 8 മാർക്ക് കിട്ടൂല, പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇരുന്ന് പഠിക്കും വേണം. ഓക്കെ, ഇനി ഫ്രീഡം ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഫ്രീഡം അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫ്രീഡം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് എന്താണ് ഫ്രീഡം എന്നുള്ളതിനൊക്കെ നമ്മൾ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീഡം ഒക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ആ ഫ്രീഡത്തിനെ കുറച്ചും കൂടെ ഒന്ന് വൈഡായിട്ട് അതിനെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ദ വേർഡ് ലിബർട്ടി അല്ലേ, ഫ്രീഡത്തിൻ്റെ വേറൊരു വേർഡാണ് ഇത് ലിബർട്ടി. ദ വേർഡ് ലിബർട്ടി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ലിബർ. ലിബർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ലിബർട്ടി, വിച്ച് മീൻസ് ഫ്രീഡം. ഓക്കെ, പല വേർഡ്സും ഇംഗ്ലീഷ് വേർഡുകളും ലാറ്റിൻ ഒറിജിനാണ് അല്ലേ. അപ്പോൾ അതിനൊരു മീനിങ് ഉണ്ടാവും. അതായത് ഫ്രീഡം എന്നാണ് ഇവിടെ ലിബർട്ടി. ലിബർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് വന്നത്. അതിൻ്റെ മീനിങ് എന്താ? ഫ്രീഡം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇനി there are 2 dimensions of liberty. ലിബർട്ടിക്ക് 2 ഡയമെൻഷൻ അല്ലെങ്കിൽ ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ലിബർട്ടി മീൻസ് ദ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് പറയാം. അതായത് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കോട്ടങ്ങൾ, അങ്ങനത്തെ ഒരു ഇതാണ് പറയുക. മീനിങ് ആണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഇല്ലാത്ത, അതിൻ്റെ ആബ്സെൻസ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? ലിബർട്ടി. അപ്പം ഞാനെന്നൊരു വ്യക്തിക്ക് പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് വരാം അല്ലേ. നമ്മളെ ലിബർട്ടിക്ക് കോട്ടം തട്ടുന്ന രൂപത്തിൽ, അതായത് ഇപ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷന്, അല്ലെങ്കിൽ ബ്രദേഴ്സ്, ഇപ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷന്, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള കൺസ്ട്രെയിൻസ്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനുള്ള എന്തുണ്ടാവില്ല? സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള കൺസ്ട്രെയിൻസും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിൻ്റെ ആബ്സെൻസ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെ, ആ ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് ലിബർട്ടി, സ്വാതന്ത്ര്യം അല്ലേ. നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അതിന് ഒരു തരത്തിലുള്ള എന്ത് പാടില്ല? തടസ്സങ്ങൾ പാടില്ല. അതിനെ പറയുന്ന പേരാണ് ലിബർട്ടി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒന്നാമത്തേന് കൺസ്ട്രെയിൻസ്, ഇപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോണിക്ക് നിങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള ലിബർട്ടി ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചില കൺസ്ട്രെയിൻസ് നിങ്ങളെ പാരൻസ് അതിൻ്റെ യൂസേജിൽ നിങ്ങൾക്ക് ചില ടൈമിലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ക്ലാസ്സില്ലാത്ത സമയത്ത് അത് ഓവർ യൂസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു കൺസ്ട്രെയിൻസ്. അപ്പോൾ അവിടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ആ ലിബർട്ടിക്ക് ചെറിയ ഒരു വരുന്നുണ്ട്, ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ആ ഒരു അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുള്ള ആ ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് ഇവിടെ എന്ത്?
കൺസ്ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലുള്ള കൺസ്ട്രെയിനും ഇല്ലാത്ത ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എന്ത്? ലിബേർട്ടി. അത് നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് വേറെ വിഷയം. പക്ഷേ ലിബേർട്ടി എന്ന ഡെഫിനിഷൻ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ലിബേർട്ടിക്ക്, ഇറ്റ് ഓൾസോ മീൻസ് ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് എ പേഴ്സൺ. അല്ലേ? ഇതെന്ത് ചെയ്യും? ഈ ലിബേർട്ടി കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഓൾസോ ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ കഴിവ്, അല്ലേ, അവൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യൽ എന്തിലൂടെയാണ്? ലിബേർട്ടിയിലൂടെയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പല എഴുത്തുകാർ രാജ്യത്തിൻ്റെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നേച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല എഴുത്തുകാർ അവരുടെ എഴുത്തുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? സമൂഹത്തിനും ഉപകാരമാകും. പക്ഷേ പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ പല സിറ്റുവേഷൻസിലും നമ്മൾ അതിനെ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ അവരങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നെങ്കിൽ കൂടിയിട്ട് അതിനെ അടിച്ചമർത്താൻ പല കോണുകളിൽ നിന്നും പല കൺസ്ട്രെയിൻസും നമ്മൾ കാണും. പക്ഷേ എങ്കിൽ കൂടിയിട്ടും നമ്മൾ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ ഇല്ലാതെ സങ്കല്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യുന്നത്? ആ ഒരു ഈ ഫ്രീഡം എന്നുള്ളത് എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ കഴിവ് കൂട്ടാൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ആർട്ടിൽ നല്ല കഴിവുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് സ്റ്റഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സിംഗിങ്ങിലായിരിക്കും, ചില സ്പീച്ചിലായിരിക്കും. അപ്പം നമ്മൾ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള ആ ഒരു കൺസ്ട്രെയിൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ശരിക്കും സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു പെർട്ടിക്കുലർ തിങ്സിൽ എന്തുണ്ടാവും? ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവും. പക്ഷെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുക, അപ്പോൾ ആർട്ട് അത് പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ സ്പീച്ച് അത് പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിൽ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിന് അങ്ങനത്തെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ആ പേഴ്സൻ്റെ നേരെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യില്ല? ഡെവലപ്മെൻറ്റ് അവിടെ പോസിബിൾ ആവില്ല. ആ കഴിവ് അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി അവിടെ ഡെവലപ്പായിട്ട് വരില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കോർത്ത് വിട്ട് വേണം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ വാട്ട് ഈസ് മീൻ ബൈ ലിബേർട്ടി എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ ലിബർട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം ലാറ്റിൻ വേർഡ് എന്നാണെന്നുള്ള കാര്യം പറയണം. ലാറ്റിൻ വേർഡ് എന്താണെന്ന് പറയണം, അതിൻ്റെ എന്ത് പറയണം? മീനിങ് പറയണം. ദെൻ 2 dimensions ഓഫ് ലിബർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിബർട്ടി. നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിബർട്ടി, അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകണം. പൊളിറ്റിക്കൽ ലിബർട്ടി, നാഷണൽ ലിബർട്ടി, എക്കണോമിക് ലിബർട്ടി, സിവിൽ ലിബർട്ടി, നാച്ചുറൽ ലിബർട്ടി, അല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ ലിബർട്ടി, ആ വേർഡ് തന്നെ ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്കൽ ലിബർട്ടി എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. നാഷണൽ ലിബർട്ടി, എക്കണോമിക് ലിബർട്ടി, സിവിൽ ലിബർട്ടി, നാച്ചുറൽ ലിബർട്ടി. ഇനി ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ്? പൊളിറ്റിക്കൽ ലിബർട്ടി. പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അല്ലേ? രാഷ്ട്രീയ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് വെരി ഫെമിലിയർ ആയിട്ടുള്ള ലിബർട്ടിയാണ്. നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, ഒന്നാമത്തെ പൊളിറ്റിക്കൽ ലിബർട്ടി ഈസ് ദ ഫ്രീഡം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ലിവ് ആസ് എ സിറ്റിസൺ, അല്ലേ? ഒരു വ്യക്തിക്ക് ഒരു പൗരനായി ജീവിക്കാൻ വേണ്ട ഒരു സ്വാതന്ത്ര്യത്തെ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ ലിബർട്ടി. അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു ഇൻഡിവിജ്വൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനക്ക് അവൻ്റേതായിട്ടുള്ള ഒരു എന്തുണ്ടാവും? പൊളിറ്റിക്സ് ഉണ്ടാവും. ആ പൊളിറ്റിക്സിൻ്റെ അനുസരിച്ച് ആ പൊളിറ്റിക്സിൻ്റെ വേല് ആ ഇൻഡിവിജ്വലിനെ അതിൻ്റെ ആശയങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് അവിടെ ലീവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ഫ്രീഡം, അതാണ് പൊളിറ്റിക്കൽ ലിബർട്ടി.
ഇറ്റ് ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ. പോസിറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ സ്വഭാവം ഒരു പോസിറ്റീവ് നേച്ചറാണ്. കാരണം പൊളിറ്റിക്കൽ ലിബർട്ടി ഒരു വ്യക്തിയിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ല ആ വ്യക്തിക്ക് പൊളിറ്റിക്കൽ ലിബർട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? മുരടിച്ചു പോകും. വ്യക്തി മുരടിച്ചു പോകും. രാജ്യത്തെ ഡെമോക്രാറ്റിക് സംവിധാനങ്ങൾ എന്ത് ചെയ്യും? തകരാറിലാകും. ജനാധിപത്യം അതിൻ്റെ മീനിങ് ഫുള്ളായിട്ടുള്ള അർത്ഥത്തിലേക്ക് വരില്ല തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ലിബർട്ടി ഇല്ലെങ്കിൽ. അപ്പോൾ അതിനെന്ത് നേച്ചറാണുള്ളത്? പൊളിറ്റിക്കൽ ലിബർട്ടി പോസിറ്റീവായിട്ടുള്ള ഒരു നേച്ചറാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നെയ്ബറിങ് കൺട്രിയായ മ്യാൻമർ അല്ലേ, മ്യാൻമറിൽ മിലിറ്ററി അഗിറ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കുക, പട്ടാള ഭരണം അട്ടിമറിയൊക്കെ നടന്നിട്ട്. അപ്പം അവിടെ എന്ത് ചെയ്യണം? അവർ പെർട്ടിക്കുലർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് ലിബർട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്ട്രെയിൻസ് ആണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തില്ല? പോസിറ്റീവ് നേച്ചറിലല്ല ഈ പൊളിറ്റിക്കൽ ലിബർട്ടി പോകുന്നത്. വ്യക്തിയുടെ എന്ത് ചെയ്യുന്നില്ല? ആ പൊളിറ്റിക്കലായിട്ടുള്ള ലിബർട്ടിയെ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കോമൺ നേച്ചറിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ലിബർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്ത് നേച്ചറാണ്? പോസിറ്റീവ് നേച്ചറായിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ലിബർട്ടി ഫോർ റൈറ്റ് ടു വോട്ട്, to contest in election, to hold public offices, okay അല്ലേ, ഫ്രീഡം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് മേക്കിംഗ് പൊളിറ്റിക്കൽ ഡിസിഷൻ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലിബർട്ടിയിൽ വരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. റൈറ്റ് ടു വോട്ട്, കണ്ടസ്റ്റ് ഇൻ ഇലക്ഷനിൽ മത്സരിക്കാനുള്ളത്, പിന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം, ടു ഹോൾഡ് പബ്ലിക് ഓഫീസസ് അല്ലേ, പബ്ലിക് ഓഫീസുകളിലൊക്കെ എന്ത് ചെയ്യാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓഫീസുകളിലൊക്കെ നമ്മൾക്ക് പ്രവർത്തിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് മേക്കിംഗ് പൊളിറ്റിക്കൽ ഡിസിഷൻ. അതായത് ഇപ്പോൾ ഡെയിലി ആയിട്ട് പൊളിറ്റിക്കൽ ഫീൽഡിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൻ്റേതായ രൂപത്തിലുള്ള ഡിസിഷൻസ് എടുക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന ലിബർട്ടിയുടെ ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തത് എക്കണോമിക് ലിബർട്ടി. എക്കണോമിക് ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അല്ലേ, അതെങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, എക്കണോമിക് ലിബർട്ടി മീൻസ് ദോസ് റൈറ്റ് ദാറ്റ് ആർ എൻഗേജ്ഡ് ബൈ എ പേഴ്സൺ ബൈ കൺസ്യൂമിങ് ഹിസ് ലിവ്ലിഹുഡ്. അതായത് ഒരു വ്യക്തിക്ക് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനും അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാനും അതിനനുസരിച്ച് ആ വ്യക്തി എന്ത് ചെയ്യുക? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം. അതായത് ഇപ്പോൾ ഏത് ജോലി അയാൾക്ക് തിരഞ്ഞെടുക്കാം അല്ലേ, എക്കണോമിക്കലായിട്ട് അയാൾക്ക് കേപ്പബിളായിട്ടുള്ള, അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഏത് ജോലി അയാൾക്ക് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തിട്ട് അതിന് എത്ര എമൗണ്ട് ഏൺ ചെയ്യാൻ പൈസ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് എക്കണോമിക് ലിബർട്ടി. അല്ലാതെ എന്ത് ചെയ്യരുത്? ഇതിനൊരു റെസ്ട്രിക്ഷൻ, ഒരു പരിധി എന്ത് ചെയ്യരുത്? വെക്കരുത്. ഈ ഇത്ര എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരാൾ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്ര അയാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇന്ന സാധനങ്ങൾ അയാൾ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒന്നും എന്ത് ചെയ്യില്ല? റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് വെക്കാതെ അയാൾക്ക് അയാളുടെ ലിവ്ലിഹുഡ്, അയാൾക്ക് ആവശ്യമുള്ള നിത്യസാധനങ്ങൾ വാങ്ങാനും അത് ഉപയോഗിക്കാനും അതിനനുസരിച്ചുള്ള പൈസ അതിന് വേണ്ട എമൗണ്ട് ഏൺ ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന് പറയുന്ന പേരാണ് എക്കണോമിക് ലിബർട്ടി. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സിവിൽ ലിബർട്ടി ബിക്കെയിം മീനിങ്ലെസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്കണോമിക് ലിബർട്ടി. അപ്പോൾ എക്കണോമിക് ലിബർട്ടി ഇല്ലാതെ പൊളിറ്റിക്കൽ ലിബർട്ടി, സിവിൽ ലിബർട്ടി ഒക്കെ മീനിങ്ലെസ് ആണ്. അത് നമുക്കറിയാം അല്ലേ. അതായത് ഒരു വ്യക്തിക്ക്
എക്കണോമിക്കൽ ലിബർട്ടി ഇല്ല ഒരു രാജ്യത്ത്, ഒരു കൺട്രിയിൽ എക്കണോമിക് ലിബർട്ടി ഇല്ലെങ്കിൽ പിന്നെ അവിടെ പൊളിറ്റിക്കൽ ലിബർട്ടിക്കോ സിവിൽ ലിബർട്ടി പറയുന്നുണ്ട്. ഇവിടെ സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻഡിവിജ്വലിനുള്ള വ്യക്തി സ്വാതന്ത്ര്യം, അത് ഏതും ആവട്ടെ അല്ലേ. അതിനൊന്നും മീനിങ് ഇല്ല അല്ലേ. എക്കണോമിക്കലായിട്ട് അയാൾക്ക് ജീവിക്കാനും അയാളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എമൗണ്ട് ഏൺ ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്കലായിട്ട് അയാൾക്ക് അയാൾ ഉദ്ദേശിച്ച രൂപത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും അവിടെ അതിനൊരർത്ഥം ഉണ്ടാവില്ല അല്ലേ. അതാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് സിവിൽ ലിബർട്ടി. സിവിൽ ലിബർട്ടി മീൻസ് ദ ഫ്രീഡം ഗ്യാരണ്ടീഡ് ടു അസ് ബൈ ദ സ്റ്റേറ്റ് അല്ലേ. ഒരു സ്റ്റേറ്റ്, അത് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് സംസ്ഥാനം മാത്രമല്ല കേട്ടോ, ഒരു കൺട്രിയും കൂടെയാണ് നമുക്കറിയാം. അതായത് ഒരു രാജ്യം ഒരു വ്യക്തിക്ക് നൽകുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് എന്ത്, സിവിൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ, ഒരു ഇൻഡിവിജ്വലിന്. അപ്പം അയാൾക്ക് ഭരണഘടന അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്തെല്ലാം ലിബർട്ടികളുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യം നമുക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ആ ഒരു ഉറപ്പ് തരുന്ന സ്വാതന്ത്ര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, സിവിൽ ലിബർട്ടി എന്ന കാറ്റഗറിയിൽ പെടുക. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്. അപ്പോൾ അതിൽ സിവിൽ ലിബർട്ടിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻസ്, ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് അസംബ്ലി, freedom to seek constitutional remedies in the case of freedom is violated. നമ്മൾ പറയണല്ലേ സ്പീച്ച് എക്സ്പ്രഷൻ, സംസാരിക്കാനും കാര്യങ്ങൾ എന്ത് ചെയ്യുക, തുറന്ന് പറയാനും എക്സ്പ്രസ് ചെയ്യാനുള്ളൊക്കെ സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ ടു ബിലീവ് എനി പെർട്ടിക്കുലർ റിലീജിയൻ ഓർ നോട്ട് ടു ബിലീവ് എനി റിലീജിയൻസ് അല്ലേ. അത് രണ്ടും റിലീജിയസ് ഫ്രീഡത്തിൽ പെടുന്നതാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എന്തിൽ പെടുന്നുണ്ട്, സിവിൽ ലിബർട്ടിയിൽ വരുന്നുണ്ട്. ഫ്രീഡം ഓഫ് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ലൈഫ് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ ജീവിതം അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ, നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിൽ വേറൊരാൾ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൈ കടത്തുന്നത് സിവിൽ ലിബർട്ടിക്ക് കോട്ടം തട്ടുന്ന രൂപം, അതിന് കൺസ്ട്രെയിനാണ്. ഫ്രീഡം ഓഫ് അസംബ്ലി, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, അസംബിൾ ചെയ്യാൻ കൂടിച്ചേർന്ന് കാര്യങ്ങൾ ആലോചിക്കാനുള്ളൊക്കെ സ്വാതന്ത്ര്യം. അങ്ങനെ പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രീഡത്തിൽ തന്നെ ഫ്രീഡം ടു അസംബ്ലി വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും പൊളിറ്റിക്കൽ ക്രൈസിസ് വരുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അസംബിൾ ചെയ്യും. അപ്പോൾ അങ്ങനെ അസംബിൾ ചെയ്യാൻ നമ്മുടെ ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, സിവിൽ ലിബർട്ടിക്കുള്ള കൺസ്ട്രെയിനാണ്. നെക്സ്റ്റ്, ഫ്രീഡം ടു സീക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇൻ ദ കേസ് ഓഫ് ദ ഫ്രീഡം ഈസ് വയലേറ്റഡ്. അതുപോലെയുള്ള ഫ്രീഡം വയലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഭരണഘടനാപരമായിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. ഇങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ എന്താണ്, അത് സിവിൽ ലിബർട്ടിക്ക് ഒരു കൺസ്ട്രെയിനാണ് അല്ലേ. ഒരു വ്യക്തിക്ക് അങ്ങനെ സമീപിക്കാൻ അവകാശം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ലിബർട്ടി ഉണ്ട് അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് സിവിൽ ലിബർട്ടിയിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, നാഷണൽ ലിബർട്ടി, ദേശീയ സ്വാതന്ത്ര്യം. എന്താണ് നാഷണൽ ലിബർട്ടി? മീൻസ് ഫ്രീഡം ഓഫ് ദ പീപ്പിൾ ഫ്രം ഫോറിൻ ഡോമിനേഷൻ. അത് നമുക്ക് നന്നായി അറിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ കുറേ കാലം ബ്രിട്ടീഷ് ഡോമിനേഷനിൽ ജീവിച്ച ആളുകളാണ് അല്ലേ. നമ്മൾ ജീവിച്ചില്ലെങ്കിലും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദേശ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ പറയുന്ന പേരാണ് എന്ത് നാഷണൽ ലിബർട്ടി. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നേരിട്ട് എന്ത് ചെയ്യണം, അവർ ഭരണം നടത്തിയായിരുന്നു. അപ്പോൾ അതും നമ്മുടെ നാഷണൽ ലിബർട്ടിക്കുള്ള കൺസ്ട്രെയിനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പല രാഷ്ട്രങ്ങളും, ഇപ്പോൾ ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം, അതുപോലെ തന്നെ അങ്ങനെ പല പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ അധിനിവേശം ഉണ്ടായിട്ട്
പ്രശ്നങ്ങളുണ്ടാണ്. സിറിയ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ എന്തില്ല, നാഷണൽ ലിബർട്ടി ഉണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നാഷണൽ ലിബർട്ടി അവിടെ കൺസ്ട്രെയിൻസ് ഒരുപാടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നാഷണൽ ലിബർട്ടി അനുഭവിക്കാൻ അതിൻ്റെ പൂർണ്ണ 100% അതിൻ്റെ ആ ഒരു ലിബർട്ടി ഇല്ലാത്ത കുറേ രാഷ്ട്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ. അവിടുന്നാണ് കുറേ അഭയാർത്ഥികളായിട്ടും പല പ്രശ്നങ്ങളായിട്ടും ഒക്കെ ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നാഷണൽ ലിബർട്ടി, ആ നാഷണൽ ലിബർട്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഫ്രീ സ്പീച്ച് എക്സ്പ്രഷൻ അതുപോലെ തന്നെ എക്കണോമിക് ലിബർട്ടി അതിനൊക്കെ ഒരു മീനിങ് വരുള്ളൂ. ഈ നാഷണൽ ലിബർട്ടി ഇല്ലാത്ത സമയത്ത് ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാക്കി ലിബർട്ടിയെ കുറിച്ചിട്ടൊന്നും നമ്മൾ ബോധേഡ് ആവുന്നേ ഇല്ല. നെക്സ്റ്റ് നാച്ചുറൽ ലിബർട്ടി, പ്രകൃതി സ്വാതന്ത്ര്യം. ദ കൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ലിബർട്ടി കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഫേമസ് ഫിലോസഫർ റൂസോ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു പഴയ കാലത്തുള്ള ഒരു ഓൾഡ് കൺസെപ്റ്റാണ് നാച്ചുറൽ ലിബർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതായത് നേച്ചറിൽ നിന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, എയർ വാട്ടർ ഇതൊക്കെ എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്കും യൂട്ടിലൈസ് ചെയ്യാനുള്ള അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. പ്രകൃതി മനുഷ്യന് എന്താണ് ജനിച്ചു വീഴുന്ന ഓരോ ഇൻഡിവിജ്വലിനും ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ലിബർട്ടി ഉണ്ട്, നാച്ചുറൽ ലിബർട്ടി. ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാ? ഫേമസ് ഫിലോസഫർ ആയിട്ടുള്ള റൂസോ ആണ് അല്ലേ. നമുക്കറിയാം റൂസോനെ പറ്റി. റൂസോ ഫ്രഞ്ച് ഫിലോസഫറാണ്. ഇതാണ് man is born in freedom but everywhere he is in chain അല്ലേ. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്നൊക്കെ പറഞ്ഞ ആളാരാണ്? റൂസോ ആണ്. അപ്പോൾ ശരിക്കും ഈ കോട്ടിങ്സ് റൂസോയുടെ ആ സെൻറ്റൻസ് തന്നെ ശരിക്കും ലിബർട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു വക്താവും കൂടിയാണല്ലോ അല്ലേ. ഫ്രഞ്ച് മൂവ്മെൻറ്റിൻ്റെ വക്താവും കൂടിയാണ് ആര്? റൂസോ. നെക്സ്റ്റ്, നാച്ചുറൽ ലിബർട്ടി മീൻസ് കംപ്ലീറ്റ് ഫ്രീഡം ഫ്രോം ഇൻ്റർഫറൻസ്. എല്ലാ തരത്തിലുള്ള ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ നടത്താം. എല്ലാ തരത്തിലുള്ള കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസിൽ നിന്നുള്ള ഒരു ഫ്രീഡത്തെ പറയുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ലിബർട്ടി. ദ അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ലിബർട്ടി സ്റ്റേറ്റ് ദാറ്റ് മാൻ ഈസ് ഫ്രീ ബൈ നേച്ചർ. അതായത് മാൻ എന്ത് ചെയ്യണത്? സ്വതന്ത്രമായിട്ടാണ്, മനുഷ്യന് സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത് അല്ലേ. നേച്ചർ പ്രകൃതിയിലൊരു ഇൻഡിവിജ്വൽ ജനിച്ചു വീഴുന്നത് എന്താണ്? വളരെ സ്വതന്ത്രമായിട്ട്. പിന്നെ ആണ് എന്ത് ചെയ്യുന്നത്? അവനക്ക് ഇങ്ങനെ കൺസ്ട്രെയിൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചില കൺസ്ട്രെയിൻസ് നമ്മൾ ഓരോരുത്തരുടെ വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ റൂസോ എന്ന ഫിലോസഫറിൻ്റെ കൺസെപ്റ്റിലാണ് ഈ ഒരു നാച്ചുറൽ ലിബർട്ടി അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അല്ലേ, നമ്മൾ ഓരോരുത്തരുടെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവും. റിലീജിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് ഫാമിലിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം. പക്ഷെ ആ കൺസ്ട്രെയിൻസ് ഒക്കെ നമുക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഫ്രീഡം വേണമെന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മൊറാലിറ്റിക്കെതിരാകും, ധാർമ്മികതക്കെതിരൊക്കെയായി മാറും. പക്ഷെ അതിനൊന്നും ഇവിടെ അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻ്റർഫറൻസും ഇല്ലാതെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറയുന്ന അതാണ് നാച്ചുറൽ ലിബർട്ടി. അല്ലാതെ ഈ റൂസോ ഉദ്ദേശിച്ചത് സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, പക്ഷെ എന്താണ് ഡയറക്റ്റായിട്ട് ചില കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇപ്പോൾ പൊളിറ്റിക്കൽ ലിബർട്ടി ഇല്ല, അതുപോലെ തന്നെ എക്കണോമിക് ലിബർട്ടി ഇല്ല. അതല്ല കൺസ്ട്രെയിനായിട്ട്, അത് മാത്രമല്ല കൺസ്ട്രെയിനായിട്ട് റൂസോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഒരു വ്യക്തിക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫ്രീഡത്തെ അത് വിലങ്ങുതടിയാക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു ഇൻ്റർഫറൻസ് ആയിട്ട് നിൽക്കുന്നതാണെന്നാണ്. അങ്ങനത്തെ ഒരു തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കൺസ്ട്രെയിനും അല്ലെങ്കിൽ ഇൻ്റർഫറൻസും ഇല്ലാത്തൊരു സ്റ്റേറ്റിനെ പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ നാച്ചുറൽ ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നാച്ചുറൽ ലിബർട്ടി
എന്താണെന്ന് അതായത് ജനിച്ച് വീഴുന്ന ആ ഒരു സമയത്ത് ഒരു വ്യക്തി എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിച്ചോ ആ ഒരു സ്വാതന്ത്ര്യം തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ടും അവൻ അനുഭവിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് അവർക്ക് ആ ഇൻഡിവിജ്വലിന് ആവശ്യം എന്ന ഒരു കൺസെപ്റ്റാണ് നാച്ചുറൽ ലിബർട്ടിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പണൻ്റ് ആരാണത് കൊണ്ടുവന്നത്? റൂസോ എന്ന ഫിലോസഫറാണ്, ഫ്രഞ്ച് ഫിലോസഫർ. ഓക്കെ, ഇനി സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടിക്ക് അതായത് അതിൻ്റെ സേഫ് ഗാർഡ്, അതിൻ്റെ സംരക്ഷകർ ആരാണ്? ലിബർട്ടി, ഒരു വ്യക്തിയുടെ ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരന്. ഇപ്പോൾ നമ്മൾ ഡെമോക്രസിയുടെ കാവൽക്കാരനായി, അല്ലെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ സേഫ് ഗാർഡൊക്കെ ആയിട്ട്, ഗാർഡിയനൊക്കെ ആയിട്ട് പറയുന്നത് സുപ്രീം കോർട്ടില്ലേ. അതുപോലെ തന്നെ ലിബർട്ടി, ഒരു ഇൻഡിവിജ്വലിൻ്റെ ലിബർട്ടിയുടെ സേഫ് ഗാർഡായിട്ട്, സംരക്ഷകരായിട്ട് പറയുന്ന എന്തൊക്കെയാണ്? ഡെമോക്രസി, ജനാധിപത്യം, അതുപോലത്തെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അല്ലേ, ജുഡീഷ്യറി, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ജുഡീഷ്യൽ സംവിധാനം വേണം. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, ലിബർട്ടി അതിൻ്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇതിലേക്ക് പോകുള്ളൂ. നെക്സ്റ്റ് റൂൾസ് ഓഫ് ലോ, നിയമാവലികളൊക്കെ. നെക്സ്റ്റ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. നമുക്കറിയാം ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഫെഡറലിസം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പവർ എന്ത് ചെയ്യുക, ഡീസെൻട്രലൈസേഷൻ ചെയ്യുക. എല്ലാ പവറും ഒരു ഇൻഡിവിജ്വലിന് മാത്രം കേന്ദ്രീകരിക്കാതെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എല്ലാവർക്കും കുറച്ചും കൂടെ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസരങ്ങളും അതിന് കുറച്ച് സുതാര്യതയൊക്കെ വരും അല്ലേ, ട്രാൻസ്പാരൻ്റ് ആയിരിക്കും കാര്യങ്ങൾ. പക്ഷേ അല്ലാത്ത സമയത്ത് അങ്ങനെ വരില്ല. എക്കണോമിക് ലിബർട്ടി അതായത് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ, ഇതൊക്കെയാണ് ലിബർട്ടിയുടെ സേഫ് ഗാർഡ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആൻസർ, അതിലിപ്പോൾ വൺ വേർഡും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. അത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. ബാക്കിയൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് വായിച്ചാലും നിങ്ങൾക്ക് ആ വേർഡ് മീനിങ്ങിൽ തന്നെ കൺസെപ്റ്റ് മനസ്സിലാവും. പക്ഷേ ഇത് പുതിയൊരു കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഹാം പ്രിൻസിപ്പിൾ. ഇപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഹാം പ്രിൻസിപ്പിൾ, അങ്ങനെയെങ്കിൽ ഹൂ ഈസ് ദ പ്രൊപ്പണൻ്റ് ഓഫ് ഹാം പ്രിൻസിപ്പിൾ. അപ്പം അല്ലെങ്കിൽ ഇയാൾ എഴുതിയൊരു ബുക്കുണ്ട്, ഈ ഹാം പ്രിൻസിപ്പിൾ പ്രൊപ്പോസ് ചെയ്ത ആൾ, അതിനെ പറ്റിയിട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ 2-3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നോക്കാം. ഹാം പ്രിൻസിപ്പിൾ വാസ് ഡെവലപ്ഡ് ബൈ ജോൺ സ്റ്റുവർട്ട് മിൽ. ഹാം പ്രിൻസിപ്പിൾ ആരാണ് പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്? ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന ഒരു ഫിലോസഫറാണ്, ഒരു വ്യക്തിയാണ് അല്ലേ. നെക്സ്റ്റ്, ഓൺ ലിബർട്ടി ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ JS മില്ല്. അതായത് JS മില്ല് എന്ന് പറഞ്ഞാൽ ജോൺ സ്റ്റുവർട്ട് മില്ല് തന്നെ. അയാളുടെ ബുക്കിൻ്റെ പേരെന്താ? ഓൺ ലിബർട്ടി. അത് നോക്കണം, ഓൺ ലിബർട്ടി. അപ്പോൾ 2 ക്വസ്റ്റ്യനായി. ഹാം പ്രിൻസിപ്പിൾ ഡെവലപ്ഡ് ബൈ, നെക്സ്റ്റ് ദ ബുക്ക് റിട്ടൺ ബൈ JS മില്ല് ഈസ് ഓൺ ലിബർട്ടി, 2ാമത്തെ ക്വസ്റ്റ്യന്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഹാം പ്രിൻസിപ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആസ് ടു സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് ആൻഡ് അതർ റിഗാർഡിംഗ് ആക്ഷൻസ്. അതായത് ലിബർട്ടി എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എന്ത് ഹാം പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, ലിബർട്ടിയെ എന്താണ്, ഹ്യൂമൻ ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഹ്യൂമൻ ലിബർട്ടിയെ എന്തായിട്ട് 2 തരത്തിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ്, രണ്ടാമത്തെ അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻസ്. സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് ആൻഡ് അതേഴ്സ് റിഗാർഡിംഗ്. ഇനി വാട്ട് ഈസ് മീൻ ബൈ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ്? എന്താണ് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് നമുക്ക് നോക്കാം. അതായത് ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്ഷൻ ഡൺ ബൈ എ പേഴ്സൺ അഫക്റ്റ് ദാറ്റ് പേഴ്സൺ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ. അതിൻ്റെ മീനിങ് എന്താ? ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്ഷൻ ഡൺ ബൈ എ പേഴ്സൺ അഫക്റ്റ് എ പേഴ്സൺ ഇറ്റ് സെൽഫ്. ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ആക്ഷൻ്റെ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആ വ്യക്തിയെ മാത്രം എഫക്റ്റ് ചെയ്യുന്നു. അതാണ് സെൽഫ് റിഗാർഡിംഗ് ആക്ഷന്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു ഇൻഡിവിജ്വൽ, അതായത് ഒരു ഫ്ലാറ്റിൽ
താമസിക്കുന്ന ഒരു ഇൻഡിവിജ്വല് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നതാണ്, ലൗഡായിട്ട് സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലൗഡായിട്ട് മ്യൂസിക് വെച്ചു. മ്യൂസിക് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, വളരെ ലൗഡർ സൗണ്ടിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ നൈബറിങ് ആയിട്ടുള്ള റൂമിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന കാര്യമാണ്, അതെന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ചില അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പം ഈ കോൺസിക്വൻസ് കൊണ്ട് എന്തുണ്ടാവില്ല, നമ്മൾ പോലീസ് ആക്ഷന് അങ്ങനത്തെ വലിയതായിട്ടുള്ള പോലീസ് കേസൊന്നും അവിടെ എടുക്കില്ല. പക്ഷെ എന്ത് ചെയ്യും, അദ്ദേഹം ചെയ്യുന്ന ആക്ഷൻസ്, ആ ആക്ഷൻ്റെ കോൺസിക്വൻസ് അദ്ദേഹത്തിന് തന്നെ എഫക്റ്റ് ചെയ്യും. കാരണം അവരുടെ നൈബറിങ് ആയിട്ടുള്ള പീപ്പിൾ അദ്ദേഹവുമായിട്ട് എന്ത് ചെയ്യും, ചില അസ്വാരസ്യങ്ങളുണ്ടാകും. അദ്ദേഹത്തിന് അത് നല്ലതായിരിക്കില്ല. അവർ തമ്മിൽ ആ ഫ്രണ്ട്ഷിപ്പിന് എന്ത് ചെയ്യും, ചില കോട്ടങ്ങൾ സംഭവിക്കും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നൈബേഴ്സുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ വേഗം പോലീസ് നടപടികൾ അല്ലെങ്കിൽ കോർട്ടിനെ സമീപിക്കുക, അങ്ങനത്തെ ആക്ഷൻസൊന്നും അവിടെ ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് നിന്നാൽ എന്ത് ചെയ്യും, അത് നമുക്ക് നല്ലതായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യില്ല, സൊസൈറ്റിയിലൊരു ഇടം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോകുക. ഇതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷന്. അതിൻ്റെ കോൺസിക്വൻസസ് എന്ത് ചെയ്യും, എഫക്റ്റ് ദാറ്റ് പേഴ്സൺ ഇറ്റ്സെൽഫ്, ആ പേഴ്സണെ ബാധിക്കും. കാരണം അതുകൊണ്ട് ചെറിയ കോൺസിക്വൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, എപ്പോഴും മറ്റുള്ളവരെ വേറെ നമ്മളെ നെയ്ബേഴ്സിനെ എന്ത് ചെയ്യുക, കുറ്റം പറയുക, സൗണ്ടിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അയാൾ പക്ഷേ ആ ഒരു പറച്ചിലുകൊണ്ട് എന്ത് ചെയ്യില്ല, വലിയ കേസൊന്നും ആയിട്ട് മാറില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ആ റിലേഷനിൽ എന്ത് ചെയ്യും, ചില ഇത് വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അയാളെ പറ്റിയുള്ള കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ട് അത് അയാൾ അറിയുക. അങ്ങനെ എന്ത് ചെയ്യുക, ചില നമുക്കറിയാം നിത്യജീവിതത്തിൽ. ഇനിയിപ്പോൾ നൈബേഴ്സ് മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിലും അങ്ങനത്തത് ഉണ്ടാവും. നല്ല രൂപത്തിലല്ലാത്ത എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക, ചെറിയ മൈനറായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടുള്ള കോൺസിക്വൻസ് എന്താണ്, അഫക്റ്റ് ദാറ്റ് പേഴ്സൺ ഇറ്റ്സെൽഫ്. നമ്മളെ തന്നെ ബാധിക്കും അല്ലേ. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷന്. രണ്ടാമത്തത് അതർ റിഗാർഡിങ് ആക്ഷൻ. എന്ന് പറഞ്ഞാൽ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്ഷൻ ഡൺ ബൈ എ പേഴ്സൺ വിച്ച് ഓൾസോ എഫക്റ്റ് ദ അതർ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി ഈസ് കോൾഡ് അതർ റിഗാർഡിങ് ആക്ഷൻ. അതായത് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ആക്ഷൻ്റെ കോൺസിക്വൻസസ് വെച്ച് എഫക്റ്റ് അത് ആരെ ബാധിക്കും, അതർ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി, മറ്റു വ്യക്തികളെ സൊസൈറ്റിയിലെ മറ്റാളുകളെ ഡയറക്റ്റായിട്ട് ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി പോയിട്ട് നൈബറിങ് ആയിട്ടുള്ള വീട്ടിലെ ഈ ഗേറ്റ് അടിച്ചു പൊട്ടിക്കുക അല്ലേ, ഗേറ്റിന് ഡാമേജ് വരുത്തുക, അല്ലെങ്കിൽ അവിടുത്തെ മതിൽ ചാടി കടന്നിട്ട് അവിടുത്തെ ഗാർഡനൊക്കെ നശിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക. അങ്ങനെ പലതരത്തിലുള്ള ഡയറക്റ്റായിട്ട് ആ പേഴ്സണെ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അയാൾ കണ്ടു നിൽക്കുമോ, ഇല്ല, അയാൾ അംഗീകരിക്കില്ല. കോൺസിക്വൻസസ് ഈ വ്യക്തിയെ മാത്രമല്ല, അയാൾ എന്ത് ചെയ്യും, പോയി കേസ് കൊടുക്കും, പോലീസ് ആക്ഷൻ എടുക്കും, കോർട്ടിൽ പരാതിപ്പെടും. അങ്ങനെ എന്ത് ചെയ്യും, അത് വലിയ പ്രശ്നങ്ങളായി മാറും. അപ്പോൾ എന്ത് ചെയ്യും, അത് മറ്റൊരു പേഴ്സൺ സൊസൈറ്റിയിലെ മറ്റൊരു വ്യക്തിയെ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ബാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയാം, നമ്മുടെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും റിവറിലേക്കോ അങ്ങനത്തെ പോണ്ടിലേക്കൊക്കെ നമ്മൾ ഒഴുക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ വേസ്റ്റൊക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ട് സൊസൈറ്റിയിലെ കുറേ ആളുകളെ ബാധിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യും, ചെറിയൊരു പണിഷ്മെൻ്റ് അല്ല, പഞ്ചായത്ത് അതിന് ആക്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ പോലീസ് ആക്ഷൻസ് ഒക്കെ വരും. അപ്പം കോൺസിക്വൻസസ് ഓൺ ആക്ഷൻ ഡൺ ബൈ എ പേഴ്സൺ, അയാളെ മാത്രം, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അയാൾ മാത്രം അങ്ങനെ അനുഭവിച്ചാൽ പോരാ, അയാൾക്ക് എന്ത് ചെയ്യും, ആ സൊസൈറ്റിയിലെ മറ്റാളുകളും അതിൻ്റെ എഫക്റ്റ് അനുഭവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു കേസായിട്ട് മാറും. അപ്പോൾ അതാണ്
ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ എന്താണ് ലിബർട്ടി എന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യാം പറയുന്നത്. അപ്പോൾ സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ്, അപ്പോൾ ലിബർട്ടി അതായത് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ അതർ റിഗാർഡിങ് ആക്ഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് രണ്ടും അതിൽ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഹാം പ്രിൻസിപ്പിൾ വരുന്നത്. ഇത് രണ്ടും തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹാം ആണല്ലേ. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത ജീവിതത്തിലൊരു വ്യക്തി ജീവിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഇനി ചില ആളുകളുടെ ലിബർട്ടിയുമായിട്ടുള്ള കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗാന്ധീസ് വ്യൂ. ഗാന്ധീസ് ഒപ്പീനിയൻ ഓൺ ലിബർട്ടി ഈസ് സെൽഫ് റൂൾ അല്ലേ. സെൽഫ് റൂൾ. സ്വരാജ് ഈസ് ദ വേർഡ് യൂസ്ഡ് ബൈ ഗാന്ധി ടു ഇൻഡിക്കേറ്റ് ലിബർട്ടി. ഇപ്പോൾ സ്വരാജ്, അപ്പോൾ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, ഒരു കൺട്രി, ആ കൺസെപ്റ്റായിരുന്നു സ്വരാജ് ആയിരുന്നല്ലോ ഗാന്ധിജിയുടെ കൺസെപ്റ്റ്. നോൺ വയലൻസ് അല്ലേ, അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും. അതായത് നാഷണൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് ലീഡ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആര്, ഗാന്ധിജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ലിബർട്ടിയുമായി ബന്ധപ്പെട്ട് സ്വരാജ്. നെക്സ്റ്റ്, ലിബർട്ടി ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഭിപ്രായത്തിൽ ലിബർട്ടി എന്താണെന്ന്. സുഭാഷ് ചന്ദ്രബോസ് says that liberty means the liberty of all sections of the society as the freedom of all individual as well as society. Freedom of the society, all sections of the society as the freedom of all individual as well as society. Freedom for rich as well as poor. Freedom for men as well as women. Freedom of all individual and classes. അപ്പോൾ അദ്ദേഹം ഉദ്ദേശം എന്താണ്, അതായത് ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമൂഹത്തിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല, ഡിഫറൻസിയേഷൻ ഇല്ലാതെ എല്ലാവർക്കുമുള്ള ഫ്രീഡം. അതുപോലെ തന്നെ ഫ്രീഡം ഫോർ വുമൺ ആസ് വെൽ ആസ് മാൻ അല്ലേ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സ്വാതന്ത്ര്യം എല്ലാ മേഖലയിലും ഒക്കെ, എല്ലാ ഇൻഡിവിജ്വൽസിനും, എല്ലാ ക്ലാസ്സസിനും, എല്ലാ കാറ്റഗറി വിഭാഗത്തിനുള്ള ആളുകൾക്കും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആണ് ആരുദ്ദേശിച്ചത്, സുഭാഷ് ചന്ദ്രബോസ് ഉദ്ദേശിച്ച ലിബർട്ടിയുടെ മീനിങ്. ഇനി ഇവിടെ കോളത്തിൽ കൊടുത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ചാപ്റ്ററിൽ പറയുന്ന കുറച്ച് ആളുകളുണ്ട്, ഫേമസ് ആയിട്ടുള്ള ആളുകളും അവരുടെ ബുക്കിൻ്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യങ്ങളിലായിട്ട് ഇതിന് ഏതെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പഠിക്കണം, നിർബന്ധമാണ്. ഒന്നാമത്തെ ആങ് സാങ് സൂക്കി. ആങ് സാങ് സൂക്കി എന്ന് നമുക്കറിയാം മ്യാൻമറിലെ ഫ്രീഡം ഫൈറ്ററാണ് അല്ലേ, ആങ് സാങ് സൂക്കി. അവരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഫ്രീഡം ഫ്രം ഫിയർ. അതെ. നെക്സ്റ്റ് നെൽസൺ മണ്ടേല നമുക്കറിയാം അപ്പാർത്തൈഡിനെതിരെ ദക്ഷിണാഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോയി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നൊക്കെ പറയുന്ന ആളാണ് നെൽസൺ മണ്ടേല. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ലോങ് വാക്ക് ടു ഫ്രീഡം അല്ലേ. ലോങ് വാക്ക് ടു ഫ്രീഡം പല ആളുകളും കേട്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് ദീപ മേത്ത ഒരു ഇന്ത്യൻ റൈറ്ററാണ്. വാട്ടർ എന്നാണ് അവരുടെ ബുക്കിൻ്റെ പേര്. നെക്സ്റ്റ് ജെ.എസ്. മില്ലാണ്, വില്ലല്ല കേട്ടോ, ജെ.എസ്. മില്ലിൻ്റെ ബുക്കിൻ്റെ പേര് ഓൺ ലിബർട്ടി, മുമ്പ് പഠിച്ചാണ്. ഈ 4 ബുക്കും അവർ ആരാണ് അതിൻ്റെ ഓതേഴ്സ്, അത് എഴുതിയതും അത് നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ഹാം പ്രിൻസിപ്പിൾ കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി. ഈ രണ്ട് കൺസെപ്റ്റ്, പോസിറ്റീവ് ലിബർട്ടി എന്താണ്, നെഗറ്റീവ് ലിബർട്ടി എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഓരോന്ന് നോക്കാം. നെഗറ്റീവ് ലിബർട്ടി, ആ വേർഡ് മീനിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ അതെന്താണെന്ന് വായിച്ച് നോക്കണം. Negative liberty. This is an area in which no external authority can interfere and non-interference in which the individual can express itself or herself. അതായത് this is an area in which no external authority can interfere and non-interference in which the individual can express himself or self.
ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലേ, ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്കോ, അതായത് എക്സ്റ്റേണലായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്ത് ചെയ്യില്ല, കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, കടന്നു വരേണ്ട ആവശ്യമില്ല. ആ ഒരു വ്യക്തിയുടെ ഈ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി എത്ര സമയം ഉറങ്ങുന്നുണ്ട് അല്ലേ, അതൊരു വ്യക്തിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യം. അതിൽ വേറൊരു വ്യക്തി എന്ത് ചെയ്യരുത്, ഇടപെടേണ്ട ആവശ്യമില്ല, ഇടപെടാനും പറ്റില്ല. അത് നെഗറ്റീവ്, അത് വേറൊരു വ്യക്തിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അത് ആ വ്യക്തി ഈ ഇൻറ്റേർണലായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അത് സൊസൈറ്റിക്ക് എന്ത് ചെയ്യുക, ഒരു ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ഉപദ്രവമാകുന്ന ഒന്നും രൂപത്തിൽ അതെന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് നെഗറ്റീവ് ലിബർട്ടി. ഇപ്പോൾ ഒരു വ്യക്തി വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ, ഒരു വ്യക്തി വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് സൊസൈറ്റിനെ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. അത് അയാളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അയാൾ പോകുന്നില്ല അല്ലെങ്കിൽ അത് സൊസൈറ്റിയെ ഡയറക്റ്റായിട്ട് ബാധിക്കില്ല. അയാൾ പോയാൽ അയാൾക്ക് നല്ലത്. അതാണ് നെഗറ്റീവ് ലിബർട്ടി. അയാളുടെ ആ ലിബർട്ടി എന്ത് ചെയ്യില്ല, സൊസൈറ്റിക്ക് യാതൊരു തരത്തിലും ഒരു ചേഞ്ചസും ഉണ്ടാക്കില്ല. വേറൊരാൾക്ക് അതിൽ ഇൻ്റർഫിയർ ചെയ്യാനും സാധിക്കില്ല. ഇത്തരം രൂപത്തിലുള്ള ലിബർട്ടിന് പറയുന്ന പേരാണ് നെഗറ്റീവ് ലിബർട്ടി. നെക്സ്റ്റ് പോസിറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി, ഇറ്റ് ഈസ് ദ ഫ്രീഡം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ഹിസ് ഓർ ഹെർ കേപ്പബിലിറ്റീസ് ആൻഡ് ടാലൻറ്റ്. അതായത് ഇതെന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ഹിസ് ഓർ കേപ്പബിലിറ്റീസ് ആൻഡ് ടാലൻറ്റ്, ഇത് അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യും, കേപ്പബിലിറ്റിയും ടാലൻറ്റും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, സൊസൈറ്റിക്ക് ഉപകാരമാവും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ലിബർട്ടിയിലാണ്. കാരണം അയാൾക്ക് വേണമെങ്കിൽ നേടാം, നേടാതിരിക്കാം. പക്ഷെ ആ നേടിയ എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത് ചെയ്യാം, അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകുന്ന ആക്ഷൻസ് അവിടെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോസിറ്റീവ് ലിബർട്ടിയിൽ വിടും. കാരണം സൊസൈറ്റിയിൽ കുറേ എന്തുണ്ടാവും, ഡെവലപ്മെൻറ്റ് പോസിബിളാവും. അയാളുടെ ആ ഒരു യുണീക്ക് മാതൃക കണ്ടിട്ട് സൊസൈറ്റിയിൽ ബാക്കി ആളുകൾ എന്ത് ചെയ്യും, ആ രൂപത്തിലേക്ക് കടന്നു വരാൻ ശ്രമം നടത്തും അല്ലേ. അപ്പോൾ അതാണ് പോസിറ്റീവ് ലിബർട്ടി. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും കേപ്പബിലിറ്റിയും സൊസൈറ്റിക്ക് പോസിറ്റീവായ രൂപത്തിൽ എന്ത് ചെയ്യും, മാറും. അല്ലെങ്കിൽ നമുക്കറിയാം, ഇതുപോലെ ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കൂടി ചേർന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലും. അപ്പോൾ സ്വഭാവം ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി എന്ത് ചെയ്യും, എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ടൊരു പ്ലേസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അത് അത്തരം സൊസൈറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസുകൾ വരുത്താൻ അത് കാരണമാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്കറിയാം, പല ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും അല്ലേ, ആർട്സ് ക്ലബ്ബുകൾ. അങ്ങനെ പെർട്ടിക്കുലർ സിറ്റുവേഷൻസിലൊക്കെ അവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും, അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ടാലൻ്റാണ്. അയാൾ എന്ത് ചെയ്യുക, ചെയ്തില്ലെങ്കിൽ അത് ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് ലിബർട്ടി പോലെയാണ് വരുന്നത്. കാരണം അയാൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കാം. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് പോസിറ്റീവ് ലിബർട്ടി എന്ന നേച്ചറിലേക്ക് മാറും. കാരണം അതെന്ത് ചെയ്യും, അത് അയാളുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അയാളുടെ ടാലൻറ്റ് ഇൻക്രീസ് ചെയ്യും. അത് സൊസൈറ്റിക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യും, അത് ഉപകാരപ്രദമാവും ചെയ്യും. അതാണ് നെഗറ്റീവ് ലിബർട്ടി പോസിറ്റീവ് ലിബർട്ടി എന്നുള്ള കാരണം. അത് ഒന്നാമത്തത് എന്താണ്, നോ എക്സ്റ്റേണൽ അതോറിറ്റി ക്യാൻ ഇൻ്റർഫിയർ. ഒരു എക്സ്റ്റേണൽ അതോറിറ്റിക്കും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റാത്ത, സ്വാധീനിക്കാൻ പറ്റാത്ത ലിബർട്ടിയെയാണ് പറയുന്നത് നെഗറ്റീവ് ലിബർട്ടി. പക്ഷേ നെക്സ്റ്റ് രണ്ടാമത്തെ എന്ന് പറയുന്നത്, ആ ഒരു ലിബർട്ടി ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഹിസ് കേപ്പബിലിറ്റി ആൻഡ് ഡെവലപ്പ് ഹിസ് പൊട്ടൻഷ്യൽ. അദ്ദേഹത്തിൻ്റെ കഴിവ്, കേപ്പബിലിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അത് സൊസൈറ്റിക്ക് പോസിറ്റീവായ രൂപത്തിൽ മാറാനും രണ്ടാമത്തെ പോസിറ്റീവ് ലിബർട്ടി കാരണമാകും. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി എന്നുള്ളത് ഡെഫിനിഷന്, ഇവിടെ പറഞ്ഞ ഈ ഡെഫിനിഷന് പഠിക്കണം. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ. എക്സ്പ്രഷൻ എന്നുള്ള സ്വാതന്ത്ര്യ, പ്രകടന സ്വാതന്ത്ര്യം, ഇതൊക്കെ നമുക്കറിയാം. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ ആർ സെവറൽ ഇൻസിഡൻറ്റ് ഓഫ് ഡിനേയിങ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്.
അത് നമുക്കറിയുന്ന കാര്യമല്ലേ. ലോകത്ത് കണ്ടംപററി ആയിട്ട് പല രാജ്യങ്ങളിലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ഡിനേ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹാനികരമാകുന്ന പ്രകടന സ്വാതന്ത്ര്യം ഇല്ലാത്ത, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പല രാജ്യങ്ങളും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് എക്സാമ്പിളാണ് മ്യാൻമറിലെ പ്രോബ്ലംസ് ഇപ്പോഴും തീർന്നിട്ടില്ല. പട്ടാളത്തിനെതിരെ അവർ എക്സ്പ്രഷൻ നടത്തുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, കൂട്ടക്കുരുതി ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് മേ ബാൻ ബുക്സ്, പ്ലേസ്, ഫിലിംസ്, റൈറ്റിംഗ് ബുക്സ്, സ്റ്റാർട്ടിംഗ് പ്ലേ, എക്സിബിറ്റിംഗ് ഫിലിംസ് എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ബാൻ ഡിനേ ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലായിരിക്കും? ഈ പട്ടാള അട്ടിമറി മാത്രം, അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യൽ മാത്രമല്ല, ചിലപ്പോൾ ഇതുപോലെ തന്നെ അവരുടെ ബുക്കുകൾ, ഫിലിംസ്, റൈറ്റിംഗ്, നാടകങ്ങൾ, ഇതൊക്കെ ബാൻ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് പല എക്സാമ്പിൾസും അറിയാം. ഇതുപോലെ പല സിനിമകൾ ബാൻ ചെയ്തിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ റിലീജിയൻക്ക് ഹാമാണെന്നൊക്കെ പറഞ്ഞിട്ട് രൂപത്തിലാണ് അത് നിരോധിക്കൽ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുള്ള ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, അവിടെ ഒരു കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പല ബുക്കുകളും ഒക്കെ ബാൻ ചെയ്തത് നമുക്കറിയാം. ഇതൊക്കെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമുക്കറിയാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്താണ്, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൽ പെടുന്നതാണ്. ദിസ് ഈസ് ടു പ്രൊട്ടക്റ്റ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് പീപ്പിൾ ഫ്രം ദോസ് ഹൂ റെസ്ട്രിക്റ്റ് ഇറ്റ്. അപ്പോൾ എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് ദ പീപ്പിൾ ഫ്രം ദോസ് ഹൂ റെസ്ട്രിക്റ്റ് ഇറ്റ്. ആരാണോ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയെ മോചിപ്പിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു ബുക്ക് അതിന് ഡിനേ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്ത് ചെയ്യും, കോർട്ട് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും, അത് പുനഃസ്ഥാപിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവാം അവിടെ ആരാണ് അതിൻ്റെ പ്രൊട്ടക്റ്ററായിട്ട് നിൽക്കുന്നത്, കോർട്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ചില സിറ്റുവേഷൻസും ചില ഫിലിംസൊക്കെ നിരോധിച്ചിട്ട് കോടതി ഇടപെടലിലൂടെ പിന്നെ അത് റിലീസ് ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണലുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. Volunteer statement is worthwhile in this context. I disapprove of what you say, but I will defend to death your right to say it. വോൾട്ടെയർ എന്നുള്ള നിങ്ങൾക്കറിയില്ലേ, വോൾട്ടെയർ സ്റ്റേറ്റ്മെൻറ്റ്. വോൾട്ടെയർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട റൂസോ, വോൾട്ടെയർ അവരൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ഡെത്ത് യുവർ റൈറ്റ് ടു സേ ഇറ്റ്. ഞാൻ ഡിസപ്രൂവ് ചെയ്യും വാട്ട് യു സേ, നിങ്ങൾ എന്താണോ പറയുന്നത് ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഡിസപ്രൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ. അത് നിങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യും, എനിക്ക് ഡിസപ്രൂവ് ചെയ്യണമെങ്കിൽ ഡിസപ്രൂവ് ചെയ്യാം. പക്ഷേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ഡെത്ത് യുവർ റൈറ്റ് ടു സേ ഇറ്റ്. ഞാൻ ഡിഫെൻഡ് ചെയ്യും, ഞാൻ പൊരുതി എന്തിനു വേണ്ടിയിട്ട്, ഡിഫെൻഡ് ടു ഡെത്ത്, മരണം വരെ ഞാൻ പോടാൻ, ടു യുവർ റൈറ്റ് ടു സേ ഇറ്റ്, നിങ്ങൾക്ക് അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, പൊരുതുന്നു. അവിടെ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് വേണേൽ ഞാൻ അപ്രൂവ് ചെയ്യാം, ഡിസപ്രൂവ് ചെയ്യാം അല്ലേ, രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ചിലപ്പോൾ ഞാൻ ഡിസപ്രൂവ് ചെയ്യും, പക്ഷേ അത് നിങ്ങൾ എന്നോട് പറയാൻ എന്ത് ചെയ്യാൻ ആദ്യം കാരണം ഉണ്ടാവും. അത് പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ അതിനർത്ഥമുണ്ടോ, ഇല്ല. അപ്പോൾ ആ ഒരു പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡിഫെൻഡ് ചെയ്യുന്നതാണ് വോൾട്ടെയർ പറയുന്നത്. അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടിങ്സാണ് വോൾട്ടെയർ. ഇനി ലിബറലിസം എന്ന കൺസെപ്റ്റില്ല. ലിബറലിസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ ഫ്രീഡം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ കുറച്ചും കൂടെ ആയിട്ടൊരു മോഡേണൈസ്ഡ് ആയിട്ട് കൺസെപ്റ്റാണ് ലിബറലിസം. ദ വേർഡ് ലിബറലിസം ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ലിബറൽസ് വിച്ച് മീൻസ് ഫ്രീ മാൻ അല്ലേ. ലിബറൽസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലിബറലിസം എന്ന കൺസെപ്റ്റ് ഉണ്ടായത്.
അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രീ മാൻ എന്നാണ്. ദ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് ലിബറലിസം വിച്ച് എമേർജ്ഡ് ഇൻ ദ 19th century അല്ലേ? അതായത് ഇപ്പോൾ അത് മോഡേൺ കൺസെപ്റ്റ് എന്ന് പറയില്ല, 19th സെഞ്ച്വറികളിലൊക്കെയാണ് അത് ആ ലിബറലിസം എന്നൊരു ഐഡിയോളജി വന്നത്. കൺസിഡർ ദ ഫ്രീഡം ആസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് എസെൻഷ്യൽ തിങ്. അതായത് ഫ്രീഡം എന്നുള്ളത് എന്താണ്? ഒരു എസെൻഷ്യൽ തിങ് ആയിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത്. ദ ലിബറലിസം ഗിവ്സ് പ്രൈം ഇമ്പോർട്ടൻസ് ടു ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ എന്താ ലിബറലിസം എന്തിനാണ്? ഫ്രീഡം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണ് പ്രൈം ഇമ്പോർട്ടൻസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ ലിബറൽസ് ഡിഫെൻഡഡ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ഹോൾഡ് ആൻഡ് എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ആൻഡ് ബിലീഫ്. അതായത് ഒരു വ്യക്തിയുടെ ആശയം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്താണോ ഒരു വ്യക്തിക്കുള്ള കാര്യങ്ങൾ അത് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ലിബറൽസ് എന്ത് ചെയ്യുന്നത്? വാദിക്കുന്നത്. ആസ് ഫാർ ആസ് ദ ലിബറൽസ് ആർ കൺസേൺഡ്, ഫാമിലി, സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഹാവ് നോ വാല്യൂ ഇൻ ദംസെൽസ്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രീഡം ഒക്കെ പഠിച്ച്, ആദ്യം നമ്മൾ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് സൊസൈറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്, സ്റ്റേറ്റൊക്കെയാണ് അതിൻ്റെ സേഫ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ മോഡേണൈസ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ലിബറലിസം. ഈ ലിബറലിസത്തിൽ ഈ ഫാമിലി, അതുപോലെ തന്നെ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ഇതിനൊന്നുമില്ല, വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു മാരേജ് ചെയ്യാനുള്ള ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം? നമ്മൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ അത് ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു എന്ത് ചെയ്യും? ഒരു ഫാമിലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റുമായിട്ട് റിലേറ്റഡ് ഒക്കെ അതിനെ. പക്ഷേ ഇപ്പോൾ ഈ ലിബറലിസത്തിൻ്റെ ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ മാരേജ് എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യില്ല? ഫാമിലിയുമായിട്ട് റിലേറ്റഡ് ആകണമെന്നില്ല. ഒരു ഫാമിലി എന്ന കൺസെപ്റ്റിലേക്ക് മാരേജിനെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മാരേജ് എന്നുള്ളത് ഒരു കാസ്റ്റ് റിലേറ്റഡ് ആവണമെന്നില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ കാസ്റ്റിൽപ്പെട്ട ആൾക്ക് ആ പെർട്ടിക്കുലർ കാസ്റ്റിലുള്ള ആളെ തന്നെ മാരേജ് ചെയ്യണമെന്നൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. ഏത് കാസ്റ്റിന് മാരേജ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മാരേജ് കൊണ്ട് എന്ത് ചെയ്യാം? ഒരു ഫാമിലിയുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടേ? അദ്ദേഹത്തിന് ഒരു വ്യക്തിക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു പങ്കാളിയുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് എന്ത് ചെയ്യുന്നത്? ലിബറലിസത്തിൻ്റെ. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പം നിലനിൽക്കുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റാണ് ലിബറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അതിനൊന്നും എന്തില്ല? ഒരു വാല്യൂ ഇല്ല. ഓക്കെ. ഇനി ജെ.എസ്. മിൽ, ടി.എച്ച്. ഗ്രീൻ ആൻഡ് റാനഡെ ആർ ദ എക്സ്പോണൻ്റ് ഓഫ് മോഡേൺ ലിബറലിസം. അപ്പോൾ മോഡേൺ ലിബറലിസത്തിൻ്റെ വക്താക്കൾ ജെ.എസ്. മില്ലും ടി.എച്ച്. ഗ്രീൻ ആൻഡ് റാനഡെ, ഇവരൊക്കെയാണ് മോഡേൺ ലിബറലിസത്തിൻ്റെ ഇത്. ഇപ്പോൾ ലിബറലിസം മറ്റേ നമ്മൾ പറഞ്ഞ ഫ്രീഡം തമ്മിൽ ചെറിയ ഒരു മീനിങ്ങിലുള്ള ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അതൊന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടും വേർഡ് മീനിങ് പറഞ്ഞാൽ രണ്ടും സ്വാതന്ത്ര്യം തന്നെയാണ്, പക്ഷേ രണ്ട് കൺസെപ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി ടു ആക്സെപ്റ്റ്സ് ഓഫ് ഫ്രീഡം, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞല്ലേ, അതായത് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ടു ഡെവലപ്പ് ദർ എബിലിറ്റീസ്, നേരത്തെ പറഞ്ഞല്ലോ. ഇൻക്രീസ് ദ കേപ്പബിലിറ്റീസ് ഓർ പൊട്ടൻഷ്യാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ട് കൺസെപ്റ്റ്. ടു ആക്സെപ്റ്റ് ഓഫ് ഫ്രീഡം, അതന്നെ. ഓക്കെ. If there exists two aspects in the society, we can call it is a free society. In a free society, all the individuals have the atmosphere to develop their abilities. There will be only minimum social constraints. ഇപ്പോൾ ഈ പറഞ്ഞ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ടു ഡെവലപ്പ് ദെയർ എബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സൊസൈറ്റി എന്താണ്? ഫ്രീ ആയിട്ടുള്ള സൊസൈറ്റിയാണെന്ന് പറയാം. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ എന്ത് ചെയ്യും? സോഷ്യൽ കൺസ്ട്രെയിൻസും കുറവായിരിക്കും. സാമൂഹികമായിട്ടുള്ള ഇതുപോലെയുള്ള പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളും ഒക്കെ എന്ത് ചെയ്യും? വളരെ സോഷ്യൽ കൺസ്ട്രെയിൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട രണ്ട് ബുക്കും കൂടെ ഇവിടെ പറയുന്നുണ്ട്.
ഓബറി മേനോൻ്റെ രാമായണ റീടോൾഡ് ആ ബുക്കും, അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ ദ സാത്താനിക് വേഴ്സസ് എന്നുള്ള ബുക്കും. സാത്താനിക് വേഴ്സ്, സൽമാൻ റുഷ്ദിയുടെ സാത്താനിക് വേഴ്സ് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ടായി. വളരെ വിവാദപരമായിട്ടുള്ള ബുക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ റൈറ്റർ ആയിരുന്നു. എന്നിട്ട് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ സാത്താനിക് വേഴ്സസ് എന്നുള്ള ബുക്ക് വിവാദമായതുകൊണ്ട് അദ്ദേഹം ബംഗ്ലാദേശിൽ, നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലൊക്കെ അഭയം തേടി. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? സാത്താനിക് വേഴ്സസ് ഖുറാനിനൊക്കെ എതിർത്തുകൊണ്ട് ഒരു ഇതായിട്ടുള്ള ഒരിതാണ്. മിഡ് നൈറ്റ് ചിൽഡ്രനൊക്കെ എഴുതിയത് സൽമാൻ റുഷ്ദിയാണ്. അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓരോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ. എന്തായാലും ഇതിൽ രണ്ടാൾക്കാരെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, സൽമാൻ റുഷ്ദി, അതുപോലെ തന്നെ അവരുടെ ബുക്കിൻ്റെ പേര് സാത്താനിക് വേഴ്സ്. സാത്താനിക് വേഴ്സസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറായില്ലേ. കുറച്ച് ലെങ്തി ആയിട്ട് ചാപ്റ്ററാണ്, എന്നാലും ഈസിയാണ്. നമുക്ക് 1.25 മണിക്കൂറല്ലേ, എത്രയാണ് 1.5 മണിക്കൂറല്ലേ. അപ്പോൾ ഇതിന് ശേഷമുള്ള എന്താണ് ആക്ടിവിറ്റി, കുറച്ചൊരു ടൈമും കൂടെ ഉണ്ടാവുമല്ലോ. എന്നാലും ഇത് വായിച്ച് ഇത് ഇങ്ങനെ മാത്രം നോക്കിയാൽ പോരാ. എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ആ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് വെച്ചിട്ട് ഓരോ ഭാഗങ്ങളും ഞാൻ പറയുന്നത് അവിടെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കും വായിക്കുക, ഈ നോട്ടും വായിക്കുക. രണ്ടും കൂടെ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും. എന്നിട്ട് അതിന് കുറച്ച് ടൈം ബാക്കി ഉണ്ടാവും. ആ ടൈമിൽ ഞാൻ എന്താണോ വർക്ക്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലായിരിക്കാം, ആരോടെങ്കിലും കുറച്ച് 2-3 ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക അടുത്ത ഭാഗത്തുനിന്ന്, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറായിരുന്ന ബുക്ക് ഇവിടെ തന്നെ ഇരിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ട് നമ്മൾ വായിച്ചിരിക്കണം. അല്ലാതെ കണ്ട പാട് ഇത് പൂട്ടിച്ച് പോകരുത് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.